ത്രിദളം ത്രിഗുണാകാരം. ഏകദേശം 8 മണിക്കൂറോളം യാത്ര ചെയ്ത് സന്ധ്യയോടുകൂടി ഞങ്ങൾ ഡെറാപ്പൊക്കിലുള്ള ക്യാമ്പിൽ എത്തിച്ചേർന്നു. ഡെറാപ്പൊക്ക് സമുദ്രനിരപ്പിൽ നിന്നും 4760 മീറ്റർ ഉയരത്തിലായാണ് സ്ഥിതി ചെയ്യുന്നത്. ക്യാമ്പിൽ നിന്നും കൈലാസപർവ്വതത്തിൻ്റെ വടക്കു പടിഞ്ഞാറേ ഭാഗം വളരെ വ്യക്തമായി കാണുവാൻ സാധിച്ചു. പരിക്രമം വളരെ കഠിനമായി തോന്നുന്നവർ തുടർന്നുള്ള 2 ദിവസത്തെ പരിക്രമത്തിന് മുതിരാതെ ഇവിടെ നിന്നും ദർശനിലേക്ക് തിരിച്ചു പോവുകയാണ് പതിവ്. ഞങ്ങളുടെ സംഘത്തിലെ ഏതാണ്ട് 20ഓളം യാത്രികർ തുടർന്നുള്ള പരിക്രമത്തിന് മുതിരാതെ ദർശനിലേക്ക് തിരിച്ചുപോയി. രാമലിംഗ പ്രതിഷ്ഠാ ച വൈവാഹിക കൃതം തഥാ തടാകാദി ച സന്താനം ഏകബിൽവം ശിവാർപ്പണം അഖണ്ഡ ബിൽവപത്രം ച ആയുതം ശിവപൂജനം കൃതം നാമ സഹസ്രേണ ഏകബിൽവം ശിവാർപ്പണം ഉമയാ സഹദേവേ ച നന്ദിവാഹനമേവ ച. ഭസ്മലേപന സർവാംഗം ഏകബിൽവം ശിവാർപ്പണം സാലഗ്രാമേഷു വിപ്രാണാം തടാകം ദശകൂപയോഃ യജ്ഞകോടിസഹസ്രശ്ച ഏകബിൽവം ശിവാർപ്പണം ദന്തികോടിസഹസ്രേഷു അശ്വമേധശതക്രതൗ കോടികന്യാ മഹാദാനം ഏകബിൽവം ശിവാർപ്പണം ബിൽവാനാം ദർശനം പുണ്യം സ്പർശനം പാപനാശനം അഘോര പാപസംഹാരം ഏകബിൽവം ശിവാർപ്പണം സഹസ്രവേദ പാഠേഷു ബ്രഹ്മസ്ഥാപനമുച്യത്തെ അനേക വ്രതകോട്ടീനാം ഏകബിൽവം ശിവാർപ്പണം അന്നദാന സഹസ്രേഷു സഹസ്രോപനയനം തഥാ അനേക ജന്മ പാപാനി ഏകബിൽവം ശിവാർപ്പണം ബിൽവാഷ്ടകമിദം പുണ്യം യഃ പഠേത് ശിവസന്നിധൗ ശിവലോകമവാപ്നോതി ഏകബിൽവം ശിവാർപ്പണം. ജൂലൈ 7 കൈലാസ പരിക്രമം 2ാം ദിവസം ഇവിടെ ആരംഭിക്കുന്നു. അഘോര പാപസംഹാരം ഏകബിൽവം ശിവാർപ്പണം ഏകം ച ബിൽവപത്രൈശ്ച കോടിയജ്ഞഫലം ലഭേത് മഹാദേവൈശ്ച പൂജാർത്ഥം ഏകബിൽവം ശിവാർപ്പണം. ക്ഷിപ്രപ്രസാദിയും സങ്കടവിനാശകനും സംഹാരമൂർത്തിയുമായ പരമശിവന്റെ വാസസ്ഥലമായാണ് ഹിന്ദുമതവിശ്വാസികൾ കൈലാസത്തെ ആരാധിച്ചു പോരുന്നത്. ഇവിടെ പാർവതി സമേതം ധ്യാനാവസ്ഥയിൽ സാക്ഷാത് പരമശിവൻ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാ ആത്മാക്കളുടെയും അന്ത്യസ്ഥാനവും ലോകത്തിലെ ആത്മീയതയുടെ ഹൃദയഭാഗവും കൈലാസം തന്നെ. ചന്ദ്രശേഖര പാഹി മാം ചന്ദ്രശേഖര 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 രക്ഷ മാം. രത്നസാനുശരാസനം രജതാദ്രിശൃംഗനികേതനം സിഞ്ജനീകൃത പന്നഗേശ്വര മച്യുതാനലസായകം ക്ഷിപ്രദഗ്ധപുരത്രയം ത്രിദിവാലയൈരഭിവന്ദിതം ചന്ദ്രശേഖരമാശയേ മമ കിം കരിഷ്യതി വയ്യമഃ. പഞ്ചപാദപുഷ്പഗന്ധപദാംഭുജദ്വയശോഭിതം फाललोचनजातपावकदग्धमन्मथविग्रहं भस्मदिग्धकळेभरं भवनाशनं भवमव्ययं
ചന്ദ്രശേഖര 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 രക്ഷ മാം. മത്തവാരണ മുഖ്യ ചർമ്മ കൃതോത്തരീയ മനോഹരം പങ്കജാസന പദ്മലോചന പൂജിതാംഘ്രി സരോവരം ദേവസിന്ധു തരംഗ. ഇന്നത്തെ യാത്ര ഏകദേശം 25 കിലോമീറ്ററാണ്. കൈലാസ പരിക്രമം ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നുന്നത് ഇന്നത്തെ യാത്രയിലാണ്. ഇന്ന് സമുദ്രനിരപ്പിൽ നിന്നും 5200 മീറ്റർ ഉയരമുള്ള ഡ്രോൾമാല എന്ന ചുരം കയറിയിറങ്ങണം. കൈലാസത്തിന് വളരെ അടുത്തുള്ള താഴ്വരയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഡ്രോൾമാലയുടെ മുകളിലെത്തുമ്പോൾ അവിടെ മന്ത്രങ്ങൾ ആലേഖനം ചെയ്ത തോരണങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നത് കാണാം. ചൈനക്കാർക്ക് വിഗ്രഹാരാധന ഇല്ലാത്തതിനാൽ ഈശ്വര സാന്നിധ്യം ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നാൽ നമ്മുടെ കൂടെയുള്ള ഷർപ്പകൾ അവിടെ നോക്കി പ്രാർത്ഥിക്കുന്നത് കാണാം. ഡ്രോൾമാല പാസിൽ നിന്ന് കുത്തനെയുള്ള ഇറക്കമാണ്. ഇവിടെ നിന്നും നോക്കിയാൽ താഴെയായി എമറാൾഡ് നിറത്തിലുള്ള ഒരു പൊയ്ക കാണാം. ഇതാണ് ഗൗരികുണ്ട്. ഇത് പരമശിവൻ പാർവതിക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്തതാണത്രേ. ഭേഷജം ഭവരോഗിണാമഖിലാപദാമപഹാരിണം ദക്ഷയജ്ഞ വിനാശനം. ചുരമിറങ്ങി ഐസ് മൂടിക്കിടക്കുന്ന സമതലമായ ഒരു ഭാഗത്തുകൂടി കുറച്ച് നടന്ന് ക്ഷീരധാര നദിയും കടന്ന് ഏകദേശം 10 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം 4760 മീറ്റർ ഉയരത്തിലുള്ള സുത്തുൽപുക്ക് താഴ്വരയിൽ ഒരു നദീതീരത്തെത്തിച്ചേർന്നു. ഇവിടെ ടെന്റുകളിലാണ് രാത്രി ഞങ്ങൾ കഴിച്ചുകൂട്ടിയത്. സർവഭൂതപതിം പരാത്പരമപ്രമേയമനുത്തമം സോമവാരണ ഭൂഹുതാശന സോമപാനിഖിലാകൃതിം ചന്ദ്രശേഖര 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 പാഹി മാം. വിശ്വസൃഷ്ടിവിധായിനം പുനരേവ പാലന തത്പരം സംഹരന്തമപി പ്രപഞ്ചമശേഷലോകനിവാസിനം ക്രീഡയന്തമഹർനിശം ഗണനാഥയൂഥസമന്വിതം ചന്ദ്രശേഖര 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 രക്ഷ മാം. മൃത്യുഭീതി മൃകണ്ഡുസൂനു കൃതസ്തവം ശിവ സന്നിധൗ യത്ര കുത്ര ച യഃ പഠേന്ന ഹി തസ്യ മൃത്യുഭയം ഭവേത് പൂർണ്ണമായുരരോഗത മഖിലാർത്ഥ സമ്പദമാദരം പൂർണ്ണമായുരരോഗത മഖിലാർത്ഥ സമ്പദമാദരം ചന്ദ്രശേഖര ഏവ തസ്യ ദദാതി മുക്തിമയ. ചന്ദ്രശേഖര ഏവ തസ്യ ദദാതി മുക്തിമയത്നതഃ ചന്ദ്രശേഖര ഏവ തസ്യ ദദാതി മുക്തിമയത്നതഃ. ജൂലൈ 8. പതിവ് പോലെ പ്രഭാത ഭക്ഷണവും പ്രാർത്ഥനയും കഴിഞ്ഞ് ഞങ്ങൾ 3-ാം ദിവസത്തെ പരിക്രമം ആരംഭിച്ചു. സുത്തുൽപുക്കിൽ നിന്നും ദർശനിലേക്കുള്ള ദൂരം ഏകദേശം 12 കിലോമീറ്ററാണ്. ഇന്നത്തെ യാത്ര 2-ാമത്തെ ദിവസത്തെ യാത്രയെ അപേക്ഷിച്ച് അത്ര കഠിനമുള്ളതല്ല.
എങ്കിലും 2 ദിവസത്തെ ക്ഷീണമുള്ളതുകൊണ്ട് ബുദ്ധിമുട്ട് തന്നെ. മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ഠാന്തേവ സദൃശിഗണൈഃ ആവൃതം ബ്രഹ്മനിഷ്ഠൈഃ ആചാര്യേന്ദ്രം കരകലിത ചിന്മുദ്രമാനന്ദമൂർത്തിം സ്വാത്മാരാമം മുദിതവദനം ശ്രീദക്ഷിണാമൂർത്തിമീഡേ. വിശ്വം ദർപ്പണദൃശ്യമാനനഗരീ തുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായയാ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ യഃ സാക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. ബീജസ്യാന്തരിവാങ്കുരോ ജഗദിദം പ്രാങ്ങിർവികൽപം ശനൈഃ മായാകൽപിതദേശകാലകലന വൈചിത്ര്യചിത്രീകൃതം മായാവീവ വിജൃംഭയത്യപി മഹാ യോഗീവ യസ്വേച്ഛയാ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. യസ്യൈവ സ്ഫുരണം സദാത്മകമസത് കൽപാർത്ഥകം ഭാസത്തെ സാക്ഷാത് തത്വമസീതി വേദവചനം. ഏകദേശം 5 മണിക്കൂറോളം യാത്ര ചെയ്ത് ഞങ്ങൾ ദർശനിലെത്തിച്ചേർന്നു. പരിക്രമം പൂർത്തിയാക്കിയ ഞങ്ങൾക്കോരോരുത്തർക്കും തോന്നി, മഹാദേവ, അങ്ങ് തന്നെയാണല്ലോ തൻ്റെ കൂടെ ഈ പരിക്രമവേളയിൽ എപ്പോഴും ഉണ്ടായിരുന്നത് എന്ന്. പരിക്രമവേളയിൽ എല്ലാവരുടെയും മനസ്സിൽ ആ ഒരേ ഒരു പഞ്ചാക്ഷരി മന്ത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഓം നമഃശിവായ. ഞങ്ങളെല്ലാവരും തന്നെ നല്ല പോലെ ക്ഷീണിച്ചിരുന്നതിനാൽ ദർശനിൽ തങ്ങാതെ നേരെ പര്യങ്ങിൽ വന്നാണ് രാത്രി വിശ്രമിച്ചത്. ജ്ഞാനം യസ്യ തു ചക്ഷുരാദികരണദ്വാരാ ബഹിസ്പന്ദതി. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഓം ശം നോ മിത്രശം വരുണഃ, ഓം ശം നോ മിത്രശം വരുണഃ, ശം നോ ഭവത്വര്യമാ, ശം നോ ഭവത്വര്യമാ, ശം ന ഇന്ദ്രോ ബൃഹസ്പതിഃ, ശം ന ഇന്ദ്രോ ബൃഹസ്പതിഃ, ശം നോ വിഷ്ണുരുക്രമഃ, ശം നോ വിഷ്ണുരുക്രമഃ. നമോ ബ്രഹ്മണേ, നമോ ബ്രഹ്മണേ, നമസ്തേ വായോ, നമസ്തേ വായോ, ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി, ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി, ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി, ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി, ഇദം വദിഷ്യാമി, ഇദം വദിഷ്യാമി, സത്യം വദിഷ്യാമി, സത്യം വദിഷ്യാമി, തന്മാമവതു, തന്മാമവതു, വക്താരമവതു, വക്താരമവതു, അവതു മാം, അവതു മാം, അവതു വക്താരം, അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ആപ്യായന്തു മമാംഗാനി, ഓം ആപ്യായന്തു മമാംഗാനി. വാക് പ്രാണശ്ചക്ഷുഃ, വാക് പ്രാണശ്ചക്ഷുഃ. ശ്രോത്രമദോ ബലമിന്ദ്രിയാണി ച സർവാണി, ശ്രോത്രമദോ ബലമിന്ദ്രിയാണി ച സർവാണി. സർവം ബ്രഹ്മ ഉപനിഷദം, സർവം ബ്രഹ്മ ഉപനിഷദം. മാഹം ബ്രഹ്മ നിരാകുര്യാം, മാഹം ബ്രഹ്മ നിരാകുര്യാം.
മാഹം ബ്രഹ്മ നിരാകുര്യാം മാമാ ബ്രഹ്മ നിരാകരോത് അനിരാകരണമസ്തു അനിരാകരണമേ അസ്തു തദാത്മനി നിരതേ ഉപനിഷത്സു ധർമാസ്തേ മയി സന്തു ഓം ശാന്തി 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 ഓം ശാന്തി ശാന്തി ശാന്തി. ജ്ഞാനാമീതി തമേവ ഭാന്തമനുഭാത്യേതത് സമസ്തം ജഗത് തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ദേഹം പ്രാണമപീന്ദ്രിയാണ്യപി ചലാം ബുദ്ധിം ച ശൂന്യം വിദു സ്ത്രീബാലാന്ധജഡോപമാസ്ത്വഹമിതി ഭ്രാന്താവൃശം വാദിനോ മായാശക്തി. ജൂലൈ 9 രാവിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ ജ്ഞാലത്തേക്ക് പുറപ്പെട്ടു. ശ്രീ ദക്ഷിണാമൂർത്തയേ. राहुग्रस्तदिवाकरेन्दु सदृशो माया समाच्छादनात् सन्मात्रः करणोदसंहरणतो यो भूत्सुषुप्तः पुमान् प्रागस्वाप्समिति प्रबोधसमये यः प्रत्यभिज्ञायते तस्मै श्रीगुरुमूर्तये नम इदं श्रीदक्षिणामूर्तये. बाल्यादिष्वपि जाग्रदादिषु तथा सर्वास्वस्थास्वपि व्यावृत्तास्वनुवर्तमानमहमेत्यन्तं स्फुरन्तं सदा स्वात्मानं प्रकटीकरोति भजता यो मुद्रया भद्रया तस्मै श्रीगुरुमूर्तये नम इदं श्रीदक्षिणामूर्तये. विश्वं पश्यति कार्यकारणतया स्वस्वामि सम्बन्धता शिष्याचार्यतया तथैव पितृपुत्राद्यात्मना भेदतो स्वप्ने जाग्रति वा एष पुरुषो माया परिभ्रामितो तस्मै श्रीगुरुमूर्तये नम इदं श्रीदक्षिणामूर्तये. भूतं भास्यनलो निलोम्बरमहत् नाथो हिमांशुः पुमान् विद्याभाति चराचरात्मकमिदं यस्यैव मूर्त्यष्टकं नान्यत्किञ्चन विद्यते विमृशतां यस्मात् परस्मात् विभो तस्मै श्रीगुरुमूर्तये नम इदं श्रीदक्षिणामूर्तये. सर्वात्मत्वमिति स्फुटीकृतमिदं यस्मादमुष्मिं स्तवे तेनास्य श्रवणात् तदर्थमननाध्यानात् च सङ्कीर्तनात् सर्वात्मत्वमहाविभूतिसहितं स्यादीश्वरत्वं स्वतः सिद्ध्येतत् पुनरष्टधा परिणतं चैश्वर्यम् अव्याहतम्. वटविटपि समीपे भूमिभागे निषण्णं सकलमुनिजनानां ज्ञानदातारमारात् त्रिभुवनगुरुमीशं दक्षिणामूर्तिदेवं जननमरणदुःखश्चेद दक्षं
नमामि। चित्रं वटतरोर्मूले वृद्धाः शिष्या गुरुर्युवा गुरोस्तु मौनं व्याख्यानं शिष्यास्तु छिन्नसंशयाः। ॐ नमः प्रणवार्थाय शुद्धज्ञानैकमूर्तये निर्मलाय प्रशान्ताय दक्षिणामूर्तये नमः। गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। गुरवे सर्वलोकानां भिषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। अङ्गुष्ठतर्जनीयोग मुद्रा व्याजेन देहिनां श्रुत्यर्थं ब्रह्मजीवैक्यं दर्शयन्नोऽवताच्छिवः। नागेन्द्रहाराय त्रिलोचनाय भस्माङ्गरागाय महेश्वराय नित्याय शुद्धाय दिगम्बराय तस्मै नकाराय नमः शिवाय। मन्दाकिनीसलिल चन्दनचर्चिताय नन्दीश्वर प्रमथनाथ महेश्वराय ജൂലൈ 10 രാത്രി ഞാലത്ത് കഴിഞ്ഞതിന് ശേഷം രാവിലെ കോദാരി വഴി കാഠ്മണ്ഡുവിലേക്ക് യാത്ര തിരിച്ചു. നമഃ ശിവായ ശിവായ ഗൗരി വദനാബ്ജ വൃന്ദ സൂര്യായ ദക്ഷധ്വരനാശകായ ശ്രീനീലകണ്ഠായ വൃഷധ്വജായ തസ്മൈ ശ്രീകാരായ നമഃ ശിവായ. वसिष्ठकुम्भोद्भव गौतमार्य मुनीन्द्रदेवार्चितशेखराय चन्द्रार्कवैश्वानरलोचनाय तस्मै वकाराय नमः शिवाय. यक्षस्वरूपाय जटाधराय पिनाकहस्ताय सनातनाय दिव्याय देवाय दिगम्बराय तस्मै यकाराय नमः शिवाय. पञ्चाक्षरमिदं पुण्यं यः पठेत् शिवसन्निधौ शिवलोकमवाप्नोति शिवेन सह मोदते. शिवोऽहं 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 शिवो
തിരിച്ചുവരുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു ജന്മസാഫല്യം നേടിയതിൻ്റെ സന്തോഷമായിരുന്നു. മനോബുദ്ധ്യഹങ്കാരചേതാനി നാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേ. त्र्यम्बकं यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुकं प्रबन्धनात् मृत्योर्मुक्षीयमामृतात् ॐ त्र्यम्बकं यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुकं प्रबन्धनात् शिवोऽहं शिवोऽहं चिदानन्द. ॐ मित्राय नमः ॐ सवित्रे नमः ॐ सूर्याय नमः ॐ अर्काय नमः ॐ आदित्याय नमः खगाय नमः ॐ हिरण्यगर्भाय नमः ॐ पूष्णे नमः ॐ भास्कराय नमः ॐ दिवाकराय नमः ॐ भानवे नमः ॐ द्रवये नमः ॐ सूर्याय नमः ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ പോലുള്ള അന്നവസ്ത്രാദിമുട്ടാതെ തന്നുരക്ഷിച്ചു ഞങ്ങളെ അന്നവസ്ത്രാദിമുട്ടാതെ തന്നുരക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നീ മഹിമയും നീയുമെന്നുള്ളതാണ്. സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുവാനും സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയോ അകവും പുറവും തിങ്ങും മഹിമാവാർന്നതിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ ഭഗവാനെ ജയിക്കുക. ജയിക്കുക മഹാദേവ ദീനാവനപരായണ.
സിന്ധോ ജയിക്കുക. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻമഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴമേറും നിന്മഹസാമാഴിയിൽ ഞങ്ങളാകവേ വാഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. വാഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ആചാര്യന്മാർ ജീവിതത്തെ തന്നെയാണ് യാത്രയായിട്ട് പറയുന്നത്. ജീവിതം എന്ന് പറഞ്ഞാൽ യാത്ര. യാത്ര എന്ന് പറയുന്നത് അനുഭവങ്ങൾ മാറി വരുന്നതാണ് യാത്ര. അല്ലെങ്കിൽ യാത്ര ഓരോ അനുഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ അനുഭവങ്ങളിൽ നിന്ന് പുതിയ അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നതിനെയാണ് നമ്മൾ യാത്ര എന്ന് പറയുന്നത്. അത് തന്നെയാണ് ജീവിതം. അനുഭവം ഇല്ലാതിരിക്കുന്നതാണ് മരണം. പുതിയ അനുഭവങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ അത് മരണം. അതുകൊണ്ടാണ് ഈ തീർത്ഥാടനത്തിന് വളരെ നമ്മുടെ ജീവിതമായിട്ട് വളരെ ബന്ധമുള്ളത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമുക്കൊരു മെസ്സേജ് ആക്കിയത്? അപ്പോൾ ജീവിതം ഒരു യാത്രയാണ്. ഏറ്റവും വലിയ യാത്ര നമ്മൾ നടത്തി കൈലാസം. അപ്പോൾ ആ യാത്രയിൽ നമുക്ക് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആ തടസ്സങ്ങളെ മുഴുവൻ, ആ തടസ്സം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഏറ്റവും മുന്നിലുണ്ടായിരുന്ന മരണം തന്നെ അല്ലേ? നമ്മുടെ ഒക്കെ ഉള്ളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ വേണ്ടായിരുന്നു എന്തായിരുന്നു അല്ലേ? ഈ ഉള്ളിലൊരു സംവാദം, നടക്കാത്ത മനസ്സും ഒന്നും ഉണ്ടായിട്ടില്ല. ശരിയല്ലേ? അപ്പോൾ എല്ലാം നമ്മൾ അപ്പോൾ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ യാത്രയിൽ നമുക്ക് എന്തൊക്കെ കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ടോ ആ കഷ്ടപ്പാടുകളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ അതിനെയൊക്കെ മറന്ന് അല്ലെങ്കിൽ അതിനെയൊക്കെ നമ്മൾ പ്രതികൂലമായിട്ടുള്ളതിനെ അനുകൂലമാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഇത് നമ്മുടെ ജീവിതത്തിലും നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ വളരെ സക്സസ്. ഇപ്പോൾ ലൈഫിലും പല അനുഭവങ്ങളുണ്ട്. ചില അനുഭവങ്ങൾ അനുകൂലമായിരിക്കും, ചിലത് പ്രതികൂലമായിരിക്കും. പക്ഷേ ഓർക്കുക, നമ്മൾ യാത്രികരാണ്. നമുക്കൊരു ലക്ഷ്യമുണ്ട് കൈലാസം. ഇതുപോലെ ജീവിതത്തിന് ഒരു ലക്ഷ്യം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിലൊക്കെ നമുക്കത് ഇപ്പം നമ്മുടെ ഹെൽപ്പർ എന്ന് പറഞ്ഞ ആൾ നമ്മളെ ഇട്ടുപോയി, അല്ലെങ്കിൽ നമ്മുടെ കുതിര നമ്മളെ ഇട്ടുപോയി, അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കിട്ടും. അപ്പം അതിനൊക്കെ പ്രതികൂലമായിട്ടുള്ളതിനെ ചിന്മയാനന്ദ സ്വാമികൾ പറഞ്ഞു, സാഹചര്യങ്ങളെ നമ്മൾ അനുകൂലമായിട്ട് ഉപയോഗിക്കുക. ഇതൊക്കെ നമ്മൾ ഈ യാത്രയിൽ പഠിക്കും. അത് നമ്മൾ ജീവിതത്തിലേക്ക് വരിക എന്നുള്ളതാണ്. न धर्मो न चार्थो न कामो न मोक्ष चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहम् सौख्यं न दुःखं न मन्त्रो न तीर्थं न वेदा न यज्ञा अहं भोजनं नैव भोज्यं न भोक्ता चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहम् न मे मृत्युशङ्का न मे जातिभेदो पिता नैव मे नैव माता न जन्म न बन्धुर्न मित्रं गुरुर्नैव शिष्यो
चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहम् कल्पो निराकाररूप विभुर्व्याप्य सर्वत्र सर्वेन्द्रियाणां सदा मे समत्वं न मुक्तिर्न बन्ध चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहम्